പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമൺ നിവാസികൾ കാട്ടാന ഭീതിയിൽ. കാട്ടാനാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കുമ്പളത്താമൺ സ്വദേശി ജോണും മകൻ ലിജിനും. ഇരുവരും സഞ്ചരിച്ചിരുന്ന കാർ കാട്ടാന കുത്തിമറിച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു. കാട്ടാനാക്രമണത്തിൽ കാറിന്റെ ഒരു വശം തകർന്നു. കാറിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള തുക പൂർണ്ണമായും നൽകാമെന്ന് വനംവകുപ്പ് അറിയിച്ചതായി ജോണും മകൻ ലിജിനും റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനൊരു വാഹനത്തിന്റെ അരികിലാണ് നിൽക്കുന്നത്. വാഹനത്തിന്റെ ഈ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏതോ അപകടത്തിൽപ്പെട്ട ഒരു വാഹനമാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ അപകടത്തിൽപ്പെട്ടത് തന്നെയാണ്, പക്ഷേ വാഹനാപകടമല്ല, ഒരു കാട്ടാനയുടെ ആക്രമണത്തിന്റെ ബാക്കി പത്രമാണിത്. ഇന്നലെ പത്തനംതിട്ട വടശ്ശേരിക്കരയ്ക്ക് സമീപം കുമ്പളത്താമൺ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഈ സമയത്ത് ഈ വാഹനത്തിൽ അച്ഛനും മകനുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ അച്ഛനും മകനും നമ്മോടൊപ്പമുണ്ട്. കുമ്പളത്താമൺ സ്വദേശിയായിട്ടുള്ള രണ്ടുപേരാണ്. നിങ്ങൾ ശരിക്കും ഭയന്നു പോയി അല്ലേ? നല്ലപോലെ ഭയന്നു പോയി. എന്ത് ചെയ്യാൻ, പെട്ടെന്നൊരു സാധനം ഫ്രണ്ട് വന്ന് വിടുമ്പോൾ ബൈക്കും ആരാണ്. ഇതെങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു? ഞങ്ങൾ ആന പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അതുവരെ ഞങ്ങൾ വണ്ടിക്കകത്ത് മിണ്ടാതിരുന്നു. എന്നിട്ട് ആന പോയി കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. നിങ്ങൾ വാഹനത്തിൽ വരുമ്പോൾ ആന ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല? അവിടെ അങ്ങനെ അതും പട്ടാപ്പകൽ 11 ആ സമയത്തൊക്കെ ആന വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ആന ഓൾറെഡി ഉള്ളതാണ്, പക്ഷേ ഈ സമയത്തൊന്നും ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് കാട്ടിൽ നിന്നാണ് പിന്നെയും പറയാം. ഇത് ഒരു റബ്ബർ തോട്ടത്തിനകത്ത് ഇറങ്ങി വന്നത്. ഒരു ജനവാസ മേഖലയാണ്. അതിന് തൊട്ട് മേളിൽ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. കാട്ടാൻ ഇറങ്ങി വന്ന ഉടൻ തന്നെ അത് കണ്ടു. നിങ്ങൾ ബ്രേക്ക് ചവിട്ടി നിർത്തി? വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തി റിവേഴ്സ് ഇടുന്നതിന് മുമ്പ് തന്നെ വന്ന് ആക്രമിക്കുകയായിരുന്നു. ലിജിൻ്റെ പിതാവും ഈ വാഹനത്തിലുണ്ടായിരുന്നു. ശരിക്കും ഭയന്നു പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിന് മുമ്പ് ഇങ്ങനെ അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പകലാണ് ഈ കാട്ടാനയുടെ ആക്രമണം അവിടെ ഉണ്ടായത്. രാവിലെ 11 മണിക്കാണ് സംഭവം. ഇതുവരെയും അങ്ങനെ പകല സംഭവം ഉണ്ടായിരുന്നു. 4 മണി കഴിഞ്ഞ് ആന മഴയുള്ള സമയത്തോടെ ഇറങ്ങാറുണ്ട്. അത് താഴെ ആറ്റംപിക്കേ നിൽക്കുന്നതേ ഉള്ളൂ. റോഡിൽ ഇതുവരെ വന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്രയും വെയിറ്റുള്ളൊരു വണ്ടി ആയതുകൊണ്ടായിരിക്കാം ഇത് മറിച്ചിടാതിരുന്നത്. കൊണ്ട് തട്ടി എടുത്ത് വലിയൊരു കൊക്കയാണ്, കൊക്കയുടെ സൈഡിൽ കൊണ്ട് വെക്കുകയുണ്ടായി. പക്ഷേ ഒരു ശകലം കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടും താഴെ കൂടി പോയിരുന്നു. ആരും കാണത്തില്ലായിരുന്നു. ആ ഒരു സ്ഥിതിയിലാണ് നിലനിന്നത്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സ്ഥലത്തേക്ക് എത്തിയല്ലോ. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? എന്താണ്? ഇതിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി മാറ്റിയിട്ടുണ്ട്. നഷ്ടപരിഹാരമൊക്കെ ചോദിച്ചിട്ടുണ്ടോ? നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ പണിഞ്ഞു തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പട്ടാപ്പകൽ പോലും ആ കാട്ടാനയുടെ ആക്രമണം, അതാണ് ഇപ്പോൾ വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങളെല്ലാം ഭയചകിതരാണ്. നമുക്ക് ആ വാഹനത്തിൻ്റെ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകും എത്രമാത്രം ശക്തിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്ന്. തലനാരിഴയ്ക്കാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന അച്ഛനും മകനും രക്ഷപ്പെട്ടത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.